നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉമ്മത്തെയാണ്. പേപ്പട്ടി വിഷത്തിന് വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു ഔഷധ സസ്യമാണ് ഉമ്മം. ഇതൊരു സ്ഥാവര വിഷമാണ്. ഇത് കൂടിയ മാത്രയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉന്മാദം വരും എന്നതുകൊണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ഉന്മത്ത എന്നാണ് പറയുന്നത്. ഈ ഉന്മത്ത ലോപിച്ചിട്ടാണ് ഉമ്മം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കാറുള്ളത്. സൊളാനേസിയെ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡെറ്റൂര സ്ട്രെമോണിയം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ധത്തൂര, കനക എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ വളരെ സുലഭമായി കണ്ടുവരുന്ന ഒരു ഏകവർഷി കുറ്റിച്ചെടിയാണ് ഉമ്മം. ഏകദേശം 1/2 മീറ്റർ മുതൽ 1 മീറ്റർ വരെ നീളത്തിലാണ് ഇത് വളരാറുള്ളത്. ഇതിൻ്റെ പുഷ്പത്തിൻ്റെ കളർ അനുസരിച്ച് ഇതിനെ വെളുത്ത ഉമ്മമെന്നും നീല ഉമ്മമെന്നും 2 തരത്തിലുണ്ട്. നീല ഉമ്മത്തെ കറുത്ത ഉമ്മമെന്നും പറയപ്പെടാറുണ്ട്. പക്ഷേ കേരളത്തിൽ പൊതുവെയായിട്ടും വെളുത്ത ഉമ്മമാണ് നമ്മൾ ഔഷധമായി ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ ഇലയ്ക്ക് ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമാണുള്ളത്. ഇതിൻ്റെ ഫലം പച്ച നിറത്തോടും നിറയെ മുള്ളുകൾ നിറഞ്ഞിട്ടും ഉള്ളതാണ്. ഇതിൻ്റെ ഇലയിൽ ഒരു വിഷാംശമുള്ള ആൽക്കലോയിഡാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഫലത്തിൽ ഡെറ്റൂരിൻ എന്ന രാസഘടകമാണുള്ളത്. ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഇതിൻ്റെ ഇല, വേര്, അതുപോലെ ഫലം ഒക്കെയാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഉമ്മത്ത് അതിൻ്റെ വേറൊരു പേരാണ് കനകം, അതായത് സ്വർണം എന്നതിൻ്റെ പേര്. അതെന്താ വെച്ചാൽ അതിൻ്റെ ആ പൂവ് ഒരു മഞ്ഞ നിറമുള്ളൊരു കോളാമ്പി പോലത്തെ ഒരു പൂവുണ്ട്. നല്ല ഭംഗി അതിന് കാണാൻ, കണ്ട സ്വർണ്ണ നിറമാണ്. അതുകൊണ്ടാണ് കനകം എന്ന് പറയുന്നത്. ഈ കനകാസമാണ് മെയിനായിട്ട് ഈ ഉമ്മത്ത് ചേർത്തുണ്ടാക്കുന്ന ഒരു അത്ഭുതമായ ഔഷധം. അതുപോലെ എല്ലാവർക്കും ഈ ദുർദുരവത്രാദി വെളിച്ചെണ്ണ തയ്ക്കാത്ത ആൾക്കാർ അമ്മമാർ വീട്ടിലുണ്ടാവില്ല. താരന് പറ്റിയ ഏറ്റവും നല്ലൊരു ഔഷധമായിട്ടാണ് ഈ ദുർദുരവത്രാദി വെളിച്ചെണ്ണ. അതിൽ ചേർന്നിട്ടും ഈ ഉമ്മത്താണ്. പക്ഷേ ഈ ഉമ്മത്ത് ചേർന്ന ഔഷധങ്ങൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതൊരു വിഷച്ചെടിയാണ്, സ്ഥാവര വിഷമായ ഒരു ചെടിയായിട്ടാണ് പറയാം. അപ്പോൾ അത് ഡോക്ടറുടെ ഉപദേശത്തോടു കൂടിയേ ഇത് ചേർന്ന ഔഷധങ്ങൾ പ്രയോഗിക്കാൻ പാടും. ഈവൻ ദുർദുരപത്രാദി വെളിച്ചെണ്ണ തന്നെ സ്വയം എടുത്ത് തേക്കരുത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ശ്വാസരോഗങ്ങളും കാസരോഗങ്ങളും, ചുമ ശ്വാസം മുട്ടുള്ളപ്പോൾ ഈ ഉമ്മത്തിൻ്റെ നീരെടുത്ത് ലേശം തേൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ വല്ലാണ്ട് മുട്ടി വലിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്ത് എടുത്ത് കത്തിച്ചതിൻ്റെ കരിയിൽ പുക മൂക്കിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ അപ്പം നിൽക്കും. പിന്നെ ഇതിൻ്റെ ഫലപ്രയോഗം ഇത് വിഷശമനാണത്. ഈ പേപ്പട്ടി വിഷത്തിനൊരു അഗ്ര ഔഷധമാണ്. അത് ഈ പേപ്പട്ടി വിഷം ഇളക്കിക്കളയാനൊരു ചടങ്ങുണ്ട്. ആ ഇളക്കിക്കളയാനുള്ള മരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയാണ് ഈ ഉമ്മത്ത്. പിന്നെ ഈ ശരീരം മുഴുവൻ ഈ മസിലിലേക്കൊക്കെ വേദനയുള്ള ആൾക്കാർക്ക്, അതായത് വൈകുന്നേരം ആകുമ്പോഴേക്കും പണിയൊക്കെ എടുത്ത് നല്ല വേദനയുള്ള ആൾക്കാർക്ക് ഈ ഉമ്മത്തിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ടൊരു കുളി കുളിച്ചാൽ അപ്പം നിൽക്കും വേദന. അതുപോലെ നമ്മൾ ഈ മുട്ടിലൊക്കെ രക്തവാദം ഒക്കെ ആയിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള നീരാണെന്നുണ്ടെങ്കിൽ എല്ലാ ജോയിൻറ്റിലും നീര്, വേദന, ഇങ്ങനെയൊക്കെയുള്ള ഈ ഉമ്മത്തിൻ്റെ ഇല കിഴിയാക്കിയിട്ട്, പച്ചക്കിഴി എന്ന് പറയും, കിഴിയാക്കിയിട്ട് ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വേദന അപ്പം നിൽക്കും. അതാണ് ഈ ഉമ്മത്തിൻ്റെ ഫലം. വിഷച്ചമനാണെങ്കിലും അത് യുക്തിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ഭുത ഫലസിദ്ധിയുള്ള ഒരു ചെടിയാണ് ഉമ്മത്ത്.